അടുക്കളയിൽ പാടിയ തന്റെ ആ പാട്ടിനെ ഫേസ്ബുക്കിന്റെ ചുമരുകളിൽ ഏറ്റെടുത്ത പ്രവാസികൾക്ക് മുന്നിലേക്ക് ചന്ദ്രലേഖ എത്തി. ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ കേരളത്തിലെ കലാലയങ്ങളുടെ സംയുക്ത വേദിയായ അക്കാഫ് സംഘടിപ്പിച്ച പൂക്കാലം പരിപാടിക്കെത്തിയ നിറഞ്ഞ സദസ്സിന് മുൻപിൽ തന്റെ ജീവിതം മാറ്റിയ പ്രവാസികൾക്ക് ചന്ദ്രലേഖ നന്ദി പറഞ്ഞു. ആദ്യം എന്റെ നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ പ്രവാസി മലയാളികൾ. അമ്മയുടെ സാരിത്തുമ്പിൽ പിടിച്ച് വികൃതി കാട്ടി മകൻ ശ്രീഹരിയും ചന്ദ്രലേഖയുടെ കൂടെയുണ്ടായിരുന്നു. ജീവിതം മാറ്റിയ ആ പാട്ട് ചന്ദ്രലേഖ തിങ്ങി നിറഞ്ഞ സദസ്സിന് മുൻപിൽ വീണ്ടും ആലപിച്ചു. മഞ്ഞൾ പ്രസാദവും എന്ന് തുടങ്ങുന്ന ഗാനവും പിറകെയെത്തിയപ്പോൾ സദസ്സ് എഴുന്നേറ്റു നിന്നാണ് ആ പാട്ടുകളെ വരവേറ്റത്. ആദ്യമായി വിമാനം കയറി ദുബായിലെത്തിയപ്പോൾ തന്റെ പാട്ടിനെയും ജീവിതത്തെയും ഏറ്റെടുത്ത പ്രവാസികളോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ലെന്ന് ചന്ദ്രലേഖയും ബന്ധുക്കളും പറഞ്ഞു. പ്രവാസി മലയാളികളാണ് എന്നെ ആദ്യമായിട്ട് വിളിക്കുകയും എനിക്ക് ഈ നിമിഷം വരെ വിളിച്ച് ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും തന്നിരിക്കുക പ്രവാസി മലയാളികൾ. അപ്പം എനിക്ക് നേരിട്ട് എല്ലാവരും വന്ന് കാണാൻ സാധിച്ചു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന അക്കാഫിനും എനിക്ക് നന്ദി പറഞ്ഞറിയിക്കുന്ന അപ്പുറമാണ്. സ്നേഹോപഹാരമായി 1 ലക്ഷം രൂപയും അക്കാഫ് ചന്ദ്രലേഖയ്ക്ക് സമ്മാനിച്ചു. ഷംസീർ ഷാൻ, ഇന്ത്യ വിഷൻ, ദുബായ്.